ഹലോ മക്കളെ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ ചാപ്റ്റർ ആണ് നോക്കാൻ പോകുന്നത്. 5ാം ക്ലാസ്സിന്റെ പുതിയ ചാപ്റ്റർ. ഓക്കെ, ചാപ്റ്ററിന്റെ പേര് ഇങ്ങനെയാണ് വരുന്നത്, ദോ സന്ത്രേ, രണ്ട് നാരങ്ങകൾ എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. ദോ സന്ത്രേ. മഞ്ജരി ശുക്ലയാണ് നമ്മളുടെ ഈ ഒരു കഥ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് റെഡി ആയിട്ട് വേണം ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ ദോ സന്ത്രേ, രണ്ട് നാരങ്ങ അല്ലെങ്കിൽ രണ്ട് ഓറഞ്ചസ് ആണ്. റിട്ടൺ ബൈ മഞ്ജരി ശുക്ല. ഓക്കെ, ഓൾറൈറ്റ്. दो संतरे थे एक दिन वे घूमने निकले. दो संतरे थे. दो എന്ന് പറഞ്ഞാൽ എത്രയാണ്? രണ്ട്. അപ്പൊ എന്താ? ദോ സന്തരേ തേ, രണ്ട് ഓറഞ്ചുകൾ ഉണ്ടായിരുന്നു, ഓറഞ്ചസ് ഉണ്ടായിരുന്നു. ഥേ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു, പാസ്റ്റ് ആണ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഉണ്ടായിരുന്നു. ഏക് ദിൻ വേ ഘൂമനെ നിക്കലേ. ഏക് ദിൻ, ഏക് എന്ന് വെച്ചാൽ എന്താ? ഒന്ന് അല്ലെ? ഏക് ദിൻ ഒരു ദിവസം, വേ അവർ, വേ എന്ന് പറഞ്ഞാല് അവരാണ്. അവർ ഘൂമനെ നിക്കലേ. ഘൂമനെ കറങ്ങാനായിട്ട്, നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് ഫാമിലി ആയിട്ട് കറങ്ങാനൊക്കെ പോലും. അതുപോലെ രണ്ട് നാരങ്ങ അല്ലെ, രണ്ട് ഓറഞ്ചസ് എന്താണ്? ഏക് ദിൻ ഒരു ദിവസം, വേ അവര്, ഘൂമനെ, ഘൂമനെ കറങ്ങാൻ വേണ്ടിയിട്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ? നിക്കലെ ഇറങ്ങി. നിക്കലെ മത്ലബ് എന്താണ്? ഇറങ്ങി എന്നാണ് കേട്ടോ. അപ്പൊ എന്താ? രണ്ട് ഓറഞ്ചസ് ഉണ്ടായിരുന്നു, അവര് ഒരു ദിവസം കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി എന്നാണ് നമ്മൾ ഈ രണ്ട് വരികൾ പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ അടുത്ത വരികൾ നോക്കാം. दोनों हंसते लुदकते फुदकते चले जा रहे थे. दोनों രണ്ട് പേരും, ദോനോം രണ്ടാളും, രണ്ട് പേരും. ആരൊക്കെയാ രണ്ട് പേര്? ദോ സന്ത്രയിലെ രണ്ട് ഓറഞ്ചസ് ആണ് അല്ലെ. അപ്പൊ എന്താ? ഹസ്തേ ചിരിച്ചുകൊണ്ട്, ലുദക്തെ, ലുദക്തെ എന്താണ്? ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട ഒരു റൗണ്ട് ആണല്ലേ, ഓറഞ്ചസ് എന്താ? റൗണ്ട് ആണല്ലേ. അപ്പൊ എന്താ? ഉരുണ്ട് ഉരുണ്ടെല്ലാം. ഫുദക്തെ, ഫുദക്തെ എന്താ? തുള്ളി ചാടിക്കൊണ്ടും. പിന്നെന്താ? ചലേ ജാ രഹേ തേ, പോവുകയായിരുന്നു. ചലേ ജാ രഹേ തേ, പോവുകയായിരുന്നു. അപ്പൊ എന്തൊക്കെയാ ചെയ്തിരുന്നേ അവര്? അവര് രണ്ട് നാരങ്ങകൾ ഉണ്ടായിരുന്നു, ഒരു ദിവസം അവർ കറങ്ങാൻ വേണ്ടി ഇറങ്ങുകയുണ്ടായിരുന്നു. അപ്പൊ രണ്ടുപേരും ഹസ്തേ, ചിരിച്ചുകൊണ്ട്, വളരെ ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ട്, ലുദക്തെ ഉരുണ്ടുരുണ്ട്, പിന്നെ ഫുദക്തെ തുള്ളിച്ചാടി, എല്ലാം എന്താ? ചലേ ജാ രഹേ തേ, ഓടുകയായിരുന്നു, എന്താ? പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നോക്കാം. അചാനക് ഏക് ഭാലു സാമനെ ആ ഗയാ. പക്ഷേ അചാനക്, അൺഎക്സ്പെക്ടഡ് ആയിട്ട്, പെട്ടെന്ന് തന്നെ, അചാനക് പെട്ടെന്ന് തന്നെ, സഡൻലി എന്ത് വന്നു? ഏക് ഭാലു സാമനെ ആ ഗയാ. ഒരു ബാലു, ബാലു എന്ന് പറഞ്ഞത് കരടിയാണ്. അപ്പൊ എന്താ? ഒരു കരടി പെട്ടെന്ന് തന്നെ രണ്ട് ഓറഞ്ചിന് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വന്നു എന്ന് പറയുന്നത്. അപ്പൊ എന്താ? ഏക് ബാലു സാമനെ, മുൻപില്, സാമനെ മുൻപില്, ആ ഗയാ വന്നു കേട്ടോ. അപ്പൊ എന്താ? അചാനക് ദോനോ സന്ത്രയ്ക്ക് സാമനെ ആര് വന്നു? ഏക് ഭാലു ആ ഗയാ, ഒരു കരടി വന്നു എന്നാ പറയുന്നത്. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ടാവും? പേടിച്ചു പോയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നോക്കാം. സന്ത്രോം കോ ദേഖ് ഉസ്കെ മുഹ് മേ പാനി ആ ഗയാ. സന്ത്രോം കോ ദേഖ്. അപ്പൊ എന്താ? സന്ത്രോം കോ ദേഖ് എന്ന് പറഞ്ഞ എന്താ? നമ്മുടെ ഈ ഓറഞ്ചസിനെ കണ്ടതിന് ശേഷം, ദേഖ്കർ കണ്ടതിന് ശേഷം എന്താണ്? ഉസ്കെ അതിന്റെ, ഉസ്കെ അതിന്റെ, മുഹ്മേ എന്താ? വായിലല്ലേ, മുഹം മൗത്തില്, വായിലെന്താ? മുഹ്മേം പാനിയാകയാ. അപ്പൊ കൊതിയായല്ലേ. അപ്പൊ എന്താ? രണ്ട് ഇങ്ങനെ ഓറഞ്ചസിനെ കണ്ടപ്പോ ബാലുക്കെ മുഹ്മേ ക്യാ പാനിയാകയാ, വെള്ളം വന്നു എന്ന് പറയും, കൊതിയായി കണ്ടപ്പോ. അപ്പൊ എന്താ? ഉസ്നെ ഏക് സന്ദ്ര ഉഠായ. അപ്പൊ എന്ത് ചെയ്തു? കൊതി വന്നിട്ട് ബാലു എന്ത് ചെയ്യുന്ന അറിയാമോ? ഒരു നാരങ്ങ അല്ലെങ്കിൽ ഓറഞ്ച് ഇങ്ങനെ എടുത്തു. സന്ദ്രേ ഉഠായ. സന്ദ്ര അറിയാലോ? ഓറഞ്ച് ആണ്. സന്ദ്ര ഉഠായ. ഉഠായ പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു, അല്ലെങ്കിൽ എന്താ? ഇങ്ങനെ ഉള്ളിലേക്ക് എടുത്തു, നിലത്ത് ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോവായിരുന്നു, ഹാപ്പി ആയിട്ടൊക്കെ പോവായിരുന്നു. പക്ഷേ അചാനക് സാമനേക്ക് ഭാലു ആ ഗയാ. പക്ഷെ അതെന്ത് ചെയ്തു? ഈ ദോനോ സന്ദ്രോ കോ ദേഖ്കർ കണ്ടപ്പോ ബാലുവിന്റെ വായിൽ എന്താ? വെള്ളം വന്നു, കൊതിയായിട്ട് വെള്ളം എല്ലാം വന്നു. ഉസ്നെ ഏക് സന്ദ്ര ഉഠായ. അതെന്ത് ചെയ്തു? ഒരു സന്ദ്ര എടുത്തു. കൊതിയായിട്ട് കഴിക്കാൻ വേണ്ടിട്ടായിരിക്കും അല്ലെ, ഇങ്ങനെ എടുത്തു എന്നാ പറയുന്നേ. എടുത്തു കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? സന്ദ്രേക്കോ ജോർ സെ പക്കഡ് കർ വഹ് ഖാനെ ഹി വാലാ ഥാ. അപ്പൊ എന്താ? സന്ദ്രേക്കോ, നമ്മുടെ ഓറഞ്ചിനെ, ജോർസെ മുറുക്കെ, ജോർസെ എന്ന് പറഞ്ഞാൽ മുറുക്കെ, പക്കടുക്കർ പിടിച്ചുകൊണ്ട്, പക്കടുക്കർ പിടിച്ചുകൊണ്ട്, വഹ്ഖാനെ ഹി വാലാ ഥാ അത് കഴിക്കാൻ പോകുകയായിരുന്നു. ഖാനെ ഹി വാലാ ഥാ എന്ന് പറഞ്ഞാൽ എന്താ? കഴിക്കാൻ പോവുകയായിരുന്നു. വാലാ ഥാ ആയിരുന്നു.
कि संतरे का रस उसकी आंखों में चला गया. പക്ഷേ ഈ സന്ദ്ര ഇങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്തു അയാള്, നമ്മുടെ ഭാലു എന്ത് ചെയ്തു, കരടി എന്ത് ചെയ്തു, ഉഠാക്കർ സോർ സെ പക്കടുക്കർ, മുറുക്കി ഇങ്ങനെ പിടിച്ചപ്പോ എന്ത് സംഭവിച്ചു, അതിങ്ങനെ മുറുക്കി പിടിച്ച് കഴിക്കാൻ പോയായിരുന്നു. ഖാനെ ഹി വാലാ താക്കി. പക്ഷേ എന്ത് സംഭവിച്ചു, സന്ദ്രാക്ക രസ, ഓറഞ്ചിന്റെ ആ ഒരു ചാറല്ലേ, രസം എന്ന് പറഞ്ഞാൽ ചാറാണ്, രസം എന്ന് പറഞ്ഞാൽ ചാറാണ്, ഒരു നീരില്ലേ, ആ നീരെന്താ ഉസ്കി അതിന്റെ ആംഖോമേ ചലാഗയ, കണ്ണില്, ആംഖോമേ കണ്ണില് ചലാഗയ, കണ്ണില് പോയി എന്നാ പറയുന്നത്. അപ്പൊ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും, നീറിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നോക്കി, ആംഖോമേ ജലൻ ഹോനെ ലഗി, കണ്ണിൽ എന്ത് സംഭവിച്ചു, ആംഖോമേ കണ്ണില് എന്ത് സംഭവിച്ചു, ജലൻ ഹോനെ ലഗി. ജലൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊള്ളാന്ന് പറയില്ലേ, നീറാന്നൊക്കെ പറയില്ലേ. അപ്പൊ എന്താ, ഈ ഓറഞ്ചിന്റെ ആ ചാറ് അല്ലെങ്കിൽ ആ ഒരു നീരകത്തേക്ക് കണ്ണിലേക്ക് പോയപ്പോ എന്ത് സംഭവിച്ചു, ജലൻ ഹോനെ ലഗി, അതിങ്ങനെ പൊള്ളാൻ തുടങ്ങി. അല്ലെങ്കിൽ എന്താ, ഇങ്ങനെ നമുക്ക് പൊള്ളൊക്കെ ചെയ്യില്ലേ, ഒരു നീറ്റൽ പോലെയൊക്കെ തോന്നില്ല. അപ്പൊ എന്താ, ഒരു നീറ്റൽ പോലെയൊക്കെ തോന്നി, ഹോനെ ലഗി തോന്നി എന്നാ പറയുന്നേ. ഉസ്നെ झूठ से संतरे का एक तरफ फेंक दिया. അപ്പൊ എന്താ, ഉസ്കെ झट से, സോറി झट से, ഉസ്നെ അവൻ എന്ത് ചെയ്തു, അല്ലെങ്കിൽ എന്താ ഭാലു എന്ത് ചെയ്തു, झट से പെട്ടെന്ന് തന്നെ, झट से പെട്ടെന്ന് തന്നെ, संतरे को एक तरफ फेंक दिया, संतरे को संतरेനെ एक तरफ फेंक दिया, ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒരു ദിശയിലേക്ക്, ഒരു സൈഡിലേക്ക് എന്താ ഫേങ്ക് ദിയ, എറിഞ്ഞു കളഞ്ഞു എന്ന് പറയാണ്. അപ്പൊ എന്താ, അങ്ങനെയാണ് നമ്മളുടെ കഥ കേട്ടോ. അപ്പൊ എന്താ പറയുന്നേ, ഓർ ആഖേം ബന്ദ് കിയെ വഹി ബൈഠ് ഗയ. പക്ഷേ എന്നിട്ട് എന്ത് ചെയ്തു, ഓർ അതിനുശേഷം, എറിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു, ആഖേ ബന്ദ് കിയെ വഹി ബൈഠ് ഗയ, എറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്തു, ആഖേം ബന്ദ് കർ, അപ്പൊ എന്താ, കണ്ണ് അടച്ചുകൊണ്ട്, വഹീം അവിടെ തന്നെ, ബൈഠ് ഗയ ഇരുന്നു. അപ്പൊ എന്താ, കണ്ണ് നീറാണല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, ഭാലു എന്ത് ചെയ്തു, കണ്ണ് നീരിക്കൊണ്ട്, ആഖേം ബന്ദ് കർ കണ്ണ് അടച്ചുകൊണ്ട് അവിടെ തന്നെ, വഹീം ബൈഠ് ഗയ അവിടെ തന്നെ ആള് ഇരുന്നു എന്നാ പറയുന്നേ. പാവല്ലേ. അപ്പൊ നോക്കാം, ദോനോ സന്തരെ ഇസ് ബാത് പർ ഖൂബ് ഹസെ. ഇത് കണ്ടപ്പോ എന്താ, അവരെ പിടിച്ച് കഴിക്കാൻ പോയതാണല്ലോ. ദോനോ സന്തരെ ഹസ്കർ ഫുദക്തെ, ഹാപ്പി ആയിട്ടൊക്കെ നടക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ കഴിക്കാൻ എടുത്തതുകൊണ്ട് ഇതെല്ലാം കാണാണ്, കണ്ണിൽ നീരെല്ലാം പോയി ബാലു അവിടെ തന്നെ ഇരിക്കുന്ന കണ്ടപ്പോ എന്തായി, दोनों संतरे इस बात पर खूब हंसे. രണ്ട് ഓറഞ്ചസും ഈ കാര്യം ഓർത്ത് എന്താണ്, ഈ കാര്യത്തില് ഇസ് ബാത്ത് പർ, ഈ കാര്യത്തില് ഖൂബ് ഹസെ ഒത്തിരി ചിരിച്ചു എന്നാ പറയുന്നത് അല്ലെ. അവരെ പിടിക്കാൻ നോക്കിയിട്ട് ഇപ്പൊ എന്തായി, ആളുടെ കണ്ണിൽ നീരെല്ലാം പോയി, അങ്ങനെയാണ് ആയത്. അപ്പൊ ഒരു ചെറിയൊരു കഥയാണിത് അല്ലെ. അങ്ങനെ അവർ ഹാപ്പി ആയിട്ട് യാത്രയെല്ലാം പോവാൻ നേരത്ത് അവരെ അചാനക് അല്ലെ പെട്ടെന്ന് പിടിച്ച് കഴിക്കാൻ നോക്കി. ഭാലുവിന് എന്തായി, പിടിച്ചിങ്ങനെ ചോറ് സെ പക്കട്ടെ സെ മുറുക്കെ പിടിക്കുന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു, കണ്ണിൽ ആ നീര് പോയി അവിടെ തന്നെ ഇരുന്നു. അപ്പൊ ഇതെല്ലാം കണ്ടപ്പോ നമ്മളെ ദോരവും സന്ദ്രവും അല്ലെ രണ്ട് മധുര നാരങ്ങകൾക്ക് എന്ത് ഫീൽ ചെയ്തു, ഓറഞ്ചസിന് എന്ത് ഫീൽ ചെയ്തു, ഇത് കണ്ടപ്പോ വളരെ സന്തോഷം, ചിരിക്കുകയാണ് അല്ലെ. ഖൂബ് ഹസെ ഒത്തിരി ചിരിച്ചു. എന്നിട്ട് എന്തായി, ഇത്തനാ ഹസെ കി ഉസ്കി ആംഖോं में से भी पानी आने लगे. ഇത്തനാ ഹസെ എത്രത്തോളം ചിരിച്ചു, ഒത്തിരി ഒത്തിരി ചിരിച്ചല്ലേ. ഇത്തനാ ഹസെ എന്ന ഒത്തിരി ചിരിച്ചു. കി എന്തെന്നാൽ ഉനിക്ക് ആംഖോ സേ ഭി പാനി ആനെ ലഗേ, അതിന്റെ കണ്ണിന്ന്, ആംഖോമേ സേ ഉനിക്ക് അവന്റെ അല്ലെങ്കിൽ അതിന്റെ കണ്ണിൽ നിന്ന്, ആംഖോമേ സേ കണ്ണിൽ നിന്ന്, ആംഖോ സേ ബി പാനി ആനെ ലഗ ലഗ എന്ന് പറഞ്ഞാൽ എന്താ, വരാൻ തുടങ്ങി, അവന്റെ കണ്ണിന്ന് വെള്ളം വരാൻ തുടങ്ങി. രണ്ട് നാരങ്ങകൾ അല്ലെ മധുര നാരങ്ങകൾ ചിരിച്ച് എന്താ, കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വരാൻ തുടങ്ങി. അത്രയും ചിരിച്ചു എന്ന് പറയാണ്. थोड़ी देर बाद, പക്ഷെ എന്താ, थोड़ी देर बाद കുറച്ച് നേരം കഴിഞ്ഞ്, थोड़ी കുറച്ച്, देर എന്ന് പറഞ്ഞ സമയം, बाद കഴിഞ്ഞ് ശേഷം, അല്ലെങ്കിൽ എന്താ, കുറച്ച് സമയത്തിന് ശേഷം എന്ത് ചെയ്തു, ബാലു ചുപ്പ് ചാപ്പ് വഹാൻ സെ ഖിസക് ഗയ. പക്ഷേ ഇതെല്ലാം ചിരിക്കുന്നെല്ലാം കണ്ടപ്പോൾ എന്ത് ചെയ്തു, കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാലു എന്ത് ചെയ്തു, കരടി എന്ത് ചെയ്തു, ചുപ്പ് ചാപ്പ് മിണ്ടാതെ അല്ലെങ്കിൽ സൈലന്റ് ആയിട്ട് ഒന്നും മിണ്ടാതെ, വഹാസെ അവിടെ നിന്ന്, ഖിസക് ഗയ എന്താ, അവിടെ നിന്ന് പോയി എന്ന് പറയാണ്. അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ സ്ഥലം വിട്ടു എന്ന് അറിയില്ല, അതുപോലെ അവിടെ സ്ഥലം വിട്ടു എന്ന് പറയണം. അപ്പൊ എന്താ, നമ്മൾ ആരെയും എന്താണ് വെറുതെ ഉപദ്രവിക്കാൻ നിന്ന് കഴിഞ്ഞാല് എന്താ, അതിന്റെ ഫലം ആർക്ക് കിട്ടും, നമുക്ക് എന്തായാലും കിട്ടും എന്നൊരു കുഞ്ഞു മെസ്സേജാണ് ഈ ഒരു കഥയിൽ പറയുന്നത്.
നമ്മുടെ ധോനോ സന്ദ്ര ഹാപ്പി ആയിരുന്നില്ലേ? ബാലു പക്ഷെ എന്ത് ചെയ്തു? അതിനെ പിടിച്ച് അത്യാഗ്രഹം മൂത്തനെ പിടിച്ച് കഴിക്കാൻ പോയപ്പോ ഞെക്കിയപ്പോ തന്നെ എന്ത് സംഭവിച്ചു? അല്ലെങ്കിൽ പിടിച്ച് അമർത്തിയപ്പോ എന്ത് സംഭവിച്ചു? അതിന്റെ നീര് ബാലുവിന്റെ കണ്ണ് തന്നെ കൊണ്ടിട്ട് എന്തായി? ആളുടെ കണ്ണ് നീരേം ആൾക്ക് തന്നെ അതിന്റെ പണിയും കിട്ടി. അതാ പറയുന്നത്, നമ്മൾ ആരെയും എന്താ വെറുതെ ആവശ്യമില്ലാതെ ഉപദ്രവിക്കാൻ പാടില്ല. അതിന്റെ ഫലം, അതിന്റെ ബാഡ് എഫക്റ്റ് അല്ലെങ്കിൽ അതിന്റെ സൈഡ് എഫക്റ്റ് ആർക്ക് കിട്ടും? നമുക്ക് തന്നെയായിരിക്കും കിട്ടുക. ആ ഒരു കുഞ്ഞു മെസ്സേജാണ് ഈ ഒരു കഥയിലുള്ളത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ചെറിയ ക്വസ്റ്റ്യൻസും കൂടി നോക്കാം കേട്ടോ. छोटे प्रश्न और उत्तर, കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു ഉത്തരങ്ങൾ നോക്കാം. സന്ദ്രേ ക്യാ കർനെ നിക്കലെ? സന്ദ്രേ എന്ത് ചെയ്യാൻ ഇറങ്ങിയത്? നമുക്ക് എല്ലാവർക്കും അറിയാലോ. സന്ദ്രേ ഘൂമനെ കേലിയെ നിക്കലെ. അവരെന്താ നടക്കാൻ വേണ്ടിയിട്ട്, കറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അചാനക്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അചാനക് വേ കിസ് കോ ദേഖ? അചാനക് പെട്ടെന്ന് അവരെ ആരെയാ കണ്ടത്? കിസ് കോ ദേഖ, ആരെയാണ് കണ്ടത്? അപ്പൊ നമുക്ക് അധികം തന്നെ ഉത്തരം എഴുതാൻ പറ്റും. നോക്കിക്കേ, അചാനക് വേ. അപ്പൊ കിസ് കോ മാറ്റിക്കേണ്ട എന്താ? ആരെ കണ്ടെന്ന് വൺ വേർഡ് ആയിട്ട് നമുക്ക് അറിയാം അല്ലെ? ആരെ കണ്ടത്? ഭാലു. അപ്പൊ എന്താ? അചാനക് വേ ഭാലു കോ ദേഖ. കണ്ടോ, ആ ചോദ്യത്തിൽ കിസ്കോ മാറ്റിക്കഴിഞ്ഞ് ബാലു കോ ചേർത്ത് കഴിഞ്ഞാൽ എന്തായി? അതിന്റെ ഉത്തരായി. അങ്ങനെ എഴുതാം കേട്ടോ. അപ്പൊ എന്താ? അചാനക് വേ ഭാലു കോ ദേഖ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ നോക്കാം. ബാലു കി ആഖോമേ ജലൻ ക്യോ ഹോനെ ലഗി? ബാലുവിന്റെ കണ്ണില് അല്ലെങ്കിൽ ആഖോമേ കണ്ണില് ജലൻ പൊള്ളാൻ അല്ലെങ്കിൽ നീറാൻ തുടങ്ങിയതിന്റെ കാരണം എന്താണ്? കാര്യം നമുക്കറിയാലോ. സന്ദ്രേനെ സന്ദ്രേക്ക രസ് ബാലു കി ആഖോമേ ചലാ ഗയാ. അപ്പൊ എന്താ? സന്ദ്രേന്റെ ആ ഒരു നീര് ബാലുവിന്റെ കണ്ണിൽ പോയി. അപ്പൊ നമ്മൾ പറഞ്ഞല്ലേ, അപ്പൊ ആവശ്യമില്ലാതെ ഒരാൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലം ആർക്ക് കിട്ടും? ആ ഉപദ്രവിക്കുന്ന ആൾക്ക് തന്നെ എന്തായാലും കിട്ടും. ഒരു കുഞ്ഞു മെസ്സേജാണ് നമ്മളുടെ ഈ കഥയിൽ ഉള്ളത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയുള്ള നമ്മളുടെ കഥ. എല്ലാവരും നല്ലപോലെ തന്നെ വായിക്കുക. കുഞ്ഞു കുഞ്ഞു വേർഡ്സ് ഉണ്ട്, അതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ട് വായിച്ച് പഠിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.